ലിറ്റററി ക്രിറ്റിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്ക് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ വെൻ വി റീഡ് പോയറ്റിക്സ് വി ക്യാൻ സീ അരിസ്റ്റോട്ടിൽ ഹാസ് ഫസ്റ്റ് ഗിവൺ ദ കോൺസെപ്റ്റ് ഓഫ് മിമിസിസ് ഇൻ പോയറ്റിക്സ്. നെക്സ്റ്റ് he had talked about the treatment of various genres of poetry such as epic, tragedy and comedy. Then we can see a part where he has talked about the 6 elements of tragedy, and lastly he has talked about catharsis. These are the major points we can see in poetics. പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്ക് പഠിക്കുന്ന സമയത്ത് ഈ 4 കാര്യങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അരിസ്റ്റോട്ടിൽസ് കോൺസെപ്റ്റ് ഓഫ് മിമിസിസ്, what he has talked about epic, tragedy and comedy, then the 6 elements of tragedy and catharsis. ഈ 4 ഭാഗങ്ങളും കവർ ചെയ്യുന്ന 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അരിസ്റ്റോട്ടിൽ വാസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് ഡിസൈപ്പിൾ ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോക്രട്ടീസ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അരിസ്റ്റോഫനീസ് ആൻഡ് പ്ലേറ്റോ. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണെന്ന് അറിയാലോ അല്ലേ. പ്ലേറ്റോയാണ് കറക്റ്റ് ആൻസർ. പ്ലേറ്റോയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആര്? അലക്സാണ്ടർ ദ ഗ്രേറ്റ്. സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആര്? പ്ലേറ്റോ. അരിസ്റ്റോഫനീസ് എന്ന് പറയുന്നത് സോക്രട്ടീസിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെ ദ ഫാദർ ഓഫ് ഗ്രീക്ക് കോമഡി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സോ അരിസ്റ്റോട്ടിൽ വാസ് ദ സ്റ്റുഡൻ്റ് ഓഫ് ഓർ ഡിസൈപ്പിൾ ഓഫ് പ്ലേറ്റോ. Which is the school founded by Aristotle? Options: Lyceum, Academy, Athens, Socratic School. Lyceum ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അക്കാദമി പ്ലേറ്റോയുടെ സ്കൂളാണ്. നമ്മുടെ അരിസ്റ്റോട്ടിൽ 20 വർഷക്കാലം അക്കാദമി എന്ന് പറയുന്ന പ്ലേറ്റോയുടെ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ലൈസിയം എന്ന് പറയുന്ന സ്വന്തം സ്കൂൾ അദ്ദേഹം ആരംഭിക്കുന്നത്. സോ ലൈസിയം ഈസ് ഫൗണ്ടഡ് ബൈ അരിസ്റ്റോട്ടിൽ ആൻഡ് അക്കാദമി ഈസ് ഫൗണ്ടഡ് ബൈ പ്ലേറ്റോ. The chapters 6th to the 19th of Poetics is devoted to ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് solely tragedy, both comedy and tragedy, tragedy, epic and comedy in general, none of the above. ആൻസർ ആയിട്ട് solely tragedy എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടൽ 26 ചാപ്റ്റേഴ്സാണ് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്കിലുള്ളത്. അതിൽ 6 മുതൽ 19 വരെയുള്ള ചാപ്റ്റേഴ്സ് ട്രാജഡിയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം അതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അരിസ്റ്റോട്ടിൽസ് ഡെഫിനിഷൻ ഓഫ് ട്രാജഡി? 4 ഓപ്ഷൻസ് ഉള്ളത്. ഇറ്റ് അറൗസസ് പിറ്റി ആൻഡ് ഫിയർ, ഇറ്റ് ഹാസ് ആൻ അൺഹാപ്പി എൻഡിങ്, ഇറ്റ് ഇൻവോൾവ്സ്, ഇറ്റ് ഈസ് പെർഫോംഡ് റാദർ ദാൻ നറേറ്റഡ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് വായിച്ചിട്ടേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അരിസ്റ്റോട്ടിൽസ് ഡെഫിനിഷൻ ഓഫ് ട്രാജഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ ട്രാജഡിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ certain magnitude, in language embellished with each kind of artistic ornament, the several kinds being found in separate parts of the play, in the form of action, not of narrative, through pity and fear, affecting the proper purgation of these emotions എന്നാണ് അദ്ദേഹം ട്രാജഡിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ വരാത്തൊരു പോയിൻ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ആൻ അൺഹാപ്പി എൻഡിങ് എന്നുള്ളതാണ്. കാരണം ട്രാജഡി ഹാസ് ആൻ അൺഹാപ്പി എൻഡിങ് എന്ന് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു മീനിങ്ങും അത് വായിക്കുമ്പോൾ കിട്ടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is the right order in which Aristotle arranged the constituent parts in tragedy based on their significance? പോയറ്റിക്സിൽ ട്രാജഡിയുടെ 6 എലമെൻസിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ 6 എലമെൻസിൻ്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് അദ്ദേഹം പ്ലോട്ടിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നീട് ക്യാരക്ടർ, പിന്നീട് തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്. പ്ലോട്ടിനെ അദ്ദേഹം ദ സോൾ ഓഫ് ട്രാജഡി എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ക്യാരക്ടർ, ഡിക്ഷൻ, പ്ലോട്ട്, ഹാർമണി. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് എലമെൻറ്റ്സ് ഓഫ് ട്രാജഡിയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് അല്ലേ.
നമുക്കറിയാം പ്ലോട്ട് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലോട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. പ്ലോട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് എമംഗ് ദ 6 എലമെൻറ്റ്സ് ഓഫ് ട്രാജഡി. വിച്ച് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റുവൻ്റ് ഓഫ് ട്രാജഡി? ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള ട്രാജഡിയുടെ എലമെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തോട്ട്, സ്പെക്ടക്കിൾ, ഡിക്ഷൻ, സോങ്. നമ്മൾ നേരത്തെ കറക്റ്റ് ഓർഡർ പഠിച്ചല്ലോ ഈ ഒരു എലമെൻസിൻ്റെ. അതിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത് സ്പെക്ടക്കിൾ ആണ് അല്ലേ. ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് അതിന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പെക്ടക്കിൾ ആണ്. എത്തോസ് ഈസ് വൺ ഓഫ് ദ കോൺസ്റ്റുവൻസ് ഓഫ് ട്രാജഡി. വാട്ട് ഈസ് ഇറ്റ്? നമ്മൾ 6 എലമെൻറ്റ്സ് ഓഫ് ട്രാജഡി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രീക്ക് വേർഡ് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എത്തോസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്. നെക്സ്റ്റ് വൺ, വാട്ട് കംപ്രൈസസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻസിഡൻസ് ദാറ്റ് റിസൾട്ട് ഫ്രം ക്യാരക്ടർ ആൻഡ് തോട്ട് ഗിവിംഗ് വേ ടു ആക്ഷൻ. ഇതും നമ്മുടെ 6 എലമെൻറ്റ്സ് ഓഫ് ട്രാജഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പ്ലോട്ടാണ്. ഒരു ട്രാജഡിയുടെ സോൾ എന്ന് പറയുന്നത് പ്ലോട്ട് എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആ ഒരു ഡ്രാമയിലെ ഇൻസിഡൻസും കാര്യങ്ങളും ആക്ഷനും എല്ലാം സംഭവിക്കുന്നത് ഏതിലാണ്? ആ ഒരു പ്ലോട്ടിലാണ് അല്ലേ. വാട്ട് ഡസ് ദ ടേം ഹമേർഷ്യ മീൻ? ഹമേർഷ്യ എന്ന് പറഞ്ഞാൽ ട്രാജിക് ഫ്ലോ ആണ്. ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാജിക് ഹീറോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അരിസ്റ്റോട്ടിൽ വളരെ കറക്റ്റായിട്ട് പോയറ്റിക്സിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഹി ഷുഡ് ബി ഗുഡ് ബട്ട് ഹി ഷുഡ് നോട്ട് ബി ടു ഗുഡ് ഓർ ടു പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വീക്ക്നെസ്, എന്തെങ്കിലും ഒരു ഫ്ലോ നമ്മുടെ ട്രാജിക് ഹീറോക്ക് ഉണ്ടായിരിക്കണമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫ്ലോയെയാണ് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു വേർഡാണ് ഹമേർഷ്യ എന്നുള്ളത്. ദ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ആൻഡ് ദ 25th ചാപ്റ്റർ ഓഫ് പോയറ്റിക്സ് ഈസ് ഡിവോട്ടഡ് ടു പോയട്രി ആണ് കറക്റ്റ് ആൻസർ. ആദ്യത്തെ 4 ചാപ്റ്ററിലും 25ാമത്തെ ചാപ്റ്ററിലും പോയട്രിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. The 5th chapter of Poetics is devoted to a general treatment of comedy, epic and tragedy. 5ാമത്തെ ചാപ്റ്ററിൽ കോമഡി, എപ്പിക്, ട്രാജഡി ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. Which chapters of Poetics deal with poetic diction? പോയറ്റിക് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പോയറ്റിക് ലാംഗ്വേജ്. പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ച് പോയറ്റിക്സിൽ പ്രതിപാദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ചാപ്റ്റേഴ്സ് 20 to 22 ആണ് കറക്റ്റ്. 20 മുതൽ 22 വരെയുള്ള ചാപ്റ്റേഴ്സിലാണ് ഡിക്ഷൻ ലാംഗ്വേജിനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. വിച്ച് ചാപ്റ്റർ ഓഫ് പോയറ്റിക്സ് ഡസ് ഓഫർ എ കമ്പാരിസൺ ഓഫ് എപ്പിക് പോയട്രി ആൻഡ് ട്രാജഡി? എപ്പിക് പോയട്രിയെയും ട്രാജഡിയുടെയും ഒരു കമ്പാരിസൺ പോയറ്റിക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേത് ചാപ്റ്ററിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചാപ്റ്റർ 26 ആണ് കറക്റ്റ് ആൻസർ. Which is the final part of the play after the climax in which the complexities of the plot are unravelled and the conflict is finally resolved? ഒരു പ്ലേയുടെ ഏറ്റവും അവസാനത്തെ എൻഡിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലൈമാക്സിന് ശേഷമുള്ള ഒരു പാർട്ട് അതിന് പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു പാർട്ടിലാണ് ആ ഒരു പ്ലോട്ടിൻ്റെ എല്ലാ കോംപ്ലക്സിറ്റീസും എല്ലാം റിസോൾവ് ചെയ്ത് വരുന്ന ഒരു പാർട്ടിന് നമ്മൾ പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4th ഓപ്ഷൻ denouement is the correct answer. In poetics, who among the following is considered to have written excellent model of epic poetry? കറക്റ്റ് ആൻസർ ഹോമർ ആണ്. ഹോമറിൻ്റെ എപ്പിക് പോംസ് ആണ് എക്സലൻറ്റ് മോഡൽ ഓഫ് എപ്പിക് പോയട്രി ആയിട്ട് പോയറ്റിക്സിൽ അരിസ്റ്റോട്ടിൽ എക്സംപ്ലിഫൈ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ട്രാജഡി മസ്റ്റ് പ്രസൻറ്റ് മെൻ ബെറ്റർ ദാൻ ദേ ആർ എന്നാണ് കറക്റ്റ് ആൻസർ. ബെറ്റർ ദാൻ ദേ ആർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ഫോർ എ ട്രാജിക് ഹീറോ? ട്രാജഡിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ട്രാജിക് ഹീറോയെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഒരു ട്രാജിക് ഹീറോയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഹീറോ മസ്റ്റ് ബി മെയിൽ എന്നാണ് നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു എലമെൻറ്റ്. ദ ഹീറോ മസ്റ്റ് ബി ഗുഡ് ബട്ട് ഹീ ഷുഡ് നോട്ട് ബി ടു ഗുഡ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീ ഷുഡ് ബി ഓഫ് ഹൈ സോഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടർ ഒരു മെയിലാവണം, പ്രോട്ടഗോണിസ്റ്റ് ഒരു മെയിലാവണമെന്ന് ആരും പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല പോയറ്റിക്സിൽ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റീസൺ ഗിവൺ ബൈ അരിസ്റ്റോട്ടിൽ ടു പ്രിഫർ ട്രാജഡി ഓവർ എപ്പിക് പോയട്രി? എപ്പിക് പോയട്രിയെയും ട്രാജഡിയെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രാജഡിയാണ് അരിസ്റ്റോട്ടിൽ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാജഡിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ള കുറച്ച് കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റീസൺസിൽ ഉൾപ്പെടാത്ത ഒരെണ്ണം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ.
എക്സാജുറേറ്റഡ് ജസ്റ്റേഴ്സ് ക്യാൻ ആഡ് സംതിങ് ഇൻ പെർഫോമൻസ്. അങ്ങനൊരു റീസൺ ട്രാജഡി പ്രിഫർ ചെയ്യാനായിട്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ല. ട്രാജഡിയിൽ മ്യൂസിക് ആൻഡ് സ്പെക്ടക്കിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എപ്പിക്കിനേക്കാളും കൂടുതൽ യൂണിറ്റി ട്രാജഡിയിലാണുള്ളത്. ട്രാജഡി ഷോർട്ടറാണ്, അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സാജുറേറ്റഡ് ജസ്റ്റേഴ്സ് ക്യാൻ ആഡ് സംതിങ് ഇൻ പെർഫോമൻസ് എന്ന് അദ്ദേഹം ട്രാജഡി പ്രിഫർ ചെയ്യാനായിട്ട് ഒരു റീസൺ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ 3 യൂണിറ്റീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അരിസ്റ്റോട്ടിൽ 3 യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. അപ്പോൾ യൂണിറ്റി ഓഫ് ക്യാരക്ടറാണ് ഇതിൽ ഉൾപ്പെടാത്ത ഒരെണ്ണം. വിച്ച് ഈസ് ദ ഓൺലി യൂണിറ്റി ദാറ്റ് അരിസ്റ്റോട്ടിൽ ഇൻസിസ്റ്റ് അപ്പോൺ. യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. ഇതിൽ യൂണിറ്റി ഓഫ് ആക്ഷനെയാണ് കൂടുതൽ ഇൻസിസ്റ്റൻസ് ആര് കൊടുക്കുന്നത്, അരിസ്റ്റോട്ടിൽ കൊടുക്കുന്നത്. ഫോർ അരിസ്റ്റോട്ടിൽ വാട്ട് റെപ്രസെൻറ്റ്സ് ഹ്യൂമൻ ബീയിങ് ആസ് വേഴ്സ് ദാൻ ദേ ആർ. ട്രാജഡി, കോമഡി, എപ്പിക്, പോയട്രി, നൺ ഓഫ് ദ എബോവ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അരിസ്റ്റോട്ടിൽ പോയറ്റിക്സിൽ കോമഡിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കോമഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് റെപ്രസെൻറ്റ് ഹ്യൂമൻ ബീയിങ് ആസ് വേഴ്സ് ദാൻ ദേ ആർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കോമഡിയാണ് കറക്റ്റ് ആൻസർ. ട്രാജഡി ആവുന്ന സമയത്ത് ഹ്യൂമൻ ബീയിങ്സ് ഷുഡ് ബി ബെറ്റർ ദാൻ ദേ ആർ. കോമഡി ആവുന്ന സമയത്ത് ഹ്യൂമൻ ബീയിങ്സ് ഷുഡ് ബി പ്രസൻറ്റഡ് വേഴ്സ് ദാൻ ദേ ആർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ജോൺറേസ് ഹാസ് ദ സെയിം പ്ലോട്ട് സ്ട്രക്ചർ ആസ് ട്രാജഡി. നമുക്കറിയാം എപ്പിക് പോയട്രിയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം എപ്പിക് പോയട്രിയെയും ട്രാജഡിയെയും കമ്പാരിസൺ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ട്രാജഡിയുടെ സെയിം പ്ലോട്ട് സ്ട്രക്ചറാണ് ഇതിനുള്ളത്, എപ്പിക് പോയട്രിക്കുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എപ്പിക് പോയട്രിയാണ് കറക്റ്റ് ആൻസർ. ഹിസ്റ്ററിയോ ബയോഗ്രഫിയോ ഒന്നുമല്ല, എപ്പിക് പോയട്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇൻ വിച്ച് ചാപ്റ്റർ ഓഫ് പോയറ്റിക്സ് അരിസ്റ്റോട്ടിൽ ഓഫേഴ്സ് എ കമ്പാരിസൺ ഓഫ് ട്രാജഡി ആൻഡ് എപ്പിക് പോയട്രി. പോയറ്റിക്സിൻ്റെ ഏത് ചാപ്റ്ററിലാണ് ട്രാജഡിയെയും എപ്പിക് പോയട്രിയെയും അരിസ്റ്റോട്ടിൽ കമ്പാരിസൺ ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ചാപ്റ്റർ 26 അവസാനത്തെ ചാപ്റ്ററിലാണ് ഈ 2 കാര്യങ്ങളെക്കുറിച്ചും ഒരു കമ്പാരിസൺ പോയറ്റിക്സിൽ അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വിച്ച് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 ഗ്രീക്ക് വേർഡ്സാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, മ്യൂസിക്, സ്പെക്ടക്കിൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ട്രാജഡിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഗ്രീക്ക് വേർഡ്സ് കൂടെ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ പഠിച്ചാലേ ഇതുപോലെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്ലോട്ട് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്ലോട്ട് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി എന്നറിഞ്ഞാൽ മാത്രം പോരാ, പ്ലോട്ടിൻ്റെ ഗ്രീക്ക് വേർഡ് എന്താണെന്ന് നമുക്കറിഞ്ഞാൽ ഇതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മിത്തോസ് എന്നുള്ളതാണ് പ്ലോട്ടിൻ്റെ ഗ്രീക്ക് വേർഡ്. മിത്തോസ് ആണ് കറക്റ്റ് ആൻസർ. The discovery or recognition by the tragic hero of some truth about his or her identity or actions is termed as anagnosis ആണ് കറക്റ്റ് ആൻസർ. അനഗ്നോറിസിസ് എന്ന് പറഞ്ഞാൽ ഹീറോ അദ്ദേഹത്തിൻ്റെ തന്നെ ആ ഒരു ട്രൂ നേച്ചർ മനസ്സിലാക്കുന്ന, അതല്ലെങ്കിൽ മറ്റുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ട്രൂ നേച്ചർ മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് അനഗ്നോറിസിസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടേമാണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. In which chapter of his Poetics does Aristotle offer the definition of tragedy? നമ്മൾ നേരത്തെ ഡെഫിനിഷൻ ഓഫ് ട്രാജഡി കണ്ടു. അത് പോയറ്റിക്സിൻ്റെ ഏത് ചാപ്റ്ററിലാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചാപ്റ്റർ 6 അരിസ്റ്റോട്ടലിൻ്റെ ഡെഫിനിഷൻ ഓഫ് ട്രാജഡി കൊടുത്തിട്ടുള്ളത്. ചാപ്റ്റർ 6. Purgation of the emotions of pity and fear in tragedy is referred to as catharsis ആണ് ആൻസർ. ഒരു ട്രാജഡി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പ്യൂരിഫൈഡ് ആക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു നോഷനെയാണ് കഥാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ആ ഒരു പിറ്റി, ഫിയർ തുടങ്ങിയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ മൈൻഡ് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിന് പറയുന്ന പേരാണ് കഥാസിസ് എന്നുള്ളത്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ എ കോംപ്ലക്സ് പ്ലോട്ട് മസ്റ്റ് കണ്ടെയ്ൻ 2 ടൈപ്സ് ഓഫ് പ്ലോട്ട് ഉണ്ട് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ പ്ലോട്ട് ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്. കോംപ്ലക്സ് പ്ലോട്ട് ആവുന്ന സമയത്ത് അതിലൊരു റിവേഴ്സൽ ഓഫ് ആക്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതായത് ഒരു ടേണിംഗ് പോയിൻ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നീട് ഉണ്ടാവേണ്ട ഒരു എലമെൻറ്റ് എ ചേഞ്ച് ഫ്രം ഇഗ്നോറൻസ് ടു നോളജ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. കറക്റ്റ് ആൻസർ ഈസ് ബി. അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് പ്ലോട്ട് ഇൻ ടു സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ റിവേഴ്സൽ ഓഫ് ആക്ഷൻ ആൻഡ് ചേഞ്ച് ഫ്രം ഇഗ്നോറൻസ് ടു നോളജ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.